നമുക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താലോ, കുറച്ചുകൂടി പൊളിയാവൂലേ? അപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയാലോ. അപ്പം മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ചിക്കനിലേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ ഓൾ സ്പൈസസും അല്പം സാൾട്ടും കുറച്ച് വിനാഗിരി വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് ആദ്യം സവാള ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്നതിന് മുന്നേ ചിക്കനിൽ കൂടുതലായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ടൊമാറ്റോയും ഒരു പച്ചമുളക്, എൻ്റെ എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ മസാല ചേർത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ആക്കിയാൽ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.